ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഞാൻ ഇന്ന് കാണിക്കുന്നത് BS6 വണ്ടിക്ക് വന്ന ഒരു ടാപ്പറ്റ് നോയ്സ് എന്ന് പറഞ്ഞ് വന്ന വണ്ടിയാണ്. പക്ഷേ ക്യാമ്പിൽ നോയ്സാണ്. പക്ഷെ എല്ലാ സൗണ്ടുകളും ടാപ്പറ്റ് നോയ്സ് അല്ല, സെയിം ക്യാമ്പിൽസ് നോയ്സും വരും. ഇത് നോക്കുക. ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പേസ്റ്റ് തേച്ചു. അത് എന്തോ കാര്യത്തിന് അയച്ചായിരിക്കും, ജെയിംസ് പോക്കറ്റ് മാറ്റാനുള്ള അയച്ചായിരിക്കും. പക്ഷെ അവർ പാക്കിങ് മാറ്റാതെ ഉള്ള പാക്കിങ് വെച്ചിട്ട് ഒരു 65 രൂപ വില മാത്രമേ സാധനം പാക്കിങ് വരുന്നത്. ഈ പാക്കിങ്ങിനാണ് പേസ്റ്റ് ഇടാൻ പറ്റില്ല. അപ്പോൾ പേസ്റ്റ് ഇടാത്തൊരു കാരണം പേസ്റ്റ് ഇട്ടിട്ട് ഇത് തള്ളി ഇതിൻ്റെ ഓയിലിൻ്റെ ഹോള് ബ്ലോക്കായി കിടക്കുമായിരുന്നു, പാർഷ്യലായിട്ട് ബ്ലോക്കായി കിടക്കുമായിരുന്നു. അതുകൊണ്ട് മുകളിലേക്ക് വേണ്ട രീതിയിൽ ഓയിൽ പമ്പിങ് കിട്ടില്ല. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് ഹൈഡ്രോളിക് നോയ്സ് വരും. പിന്നെ വരുന്നത് ക്യാമ്പിൽ നോയ്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ, ഇൻലെറ്റാണ് പ്രശ്നം. നോക്കുക, ഇത്രയും പ്ലേ ഉണ്ട്. ഇതാണ് നമുക്ക് വലിയൊരു സൗണ്ടായിട്ട് തോന്നുക അല്ലേ. ഈ പ്ലേയിലാണ് കിടക്കുന്നത്. ഇത് നമ്മൾ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഈ ടാപ്പറ്റ് നോയ്സ് കുറയാനുള്ളൊരു സൊല്യൂഷൻ. ടാപ്പറ്റ് നോയ്സ് അല്ല, ഇത് ക്യാമ്പിൽ നോയ്സാണ്. ഏകദേശം സിമിലാരിറ്റി തോന്നുമെങ്കിലും ക്യാമ്പിലെ നോയ്സാണ് ഇത് ഇവർക്ക് ബുദ്ധിമുട്ടായി ഉണ്ടായത്. ടാപ്പറ്റ് നോയ്സ് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ കുറച്ചൊരു ടാപ്പറ്റ് നോയ്സ് ഉണ്ടാകാനുള്ള കാരണം ഈ ഒരു വിഷയമാണ് കേട്ടോ. പേസ്റ്റ് തേച്ച് ഒരു കാരണവശാലും ഇവിടെ കണ്ടില്ലേ, പേസ്റ്റ് തേച്ചിട്ട് പാക്കിംഗ് അവിടെ പിടിച്ചെടുക്കുകയാണ്. ഒരു കാരണവശാലും ഈ സൈഡിൽ പാക്കിംഗ് പേസ്റ്റ് ഉപയോഗിക്കരുത്. ഒറിജിനൽ പാക്കിംഗ് ഇട്ടതിന് ശേഷം ക്ലോസ് ചെയ്യുക മാത്രമേ ചെയ്യാവൂ. അല്ല വേണമെങ്കിൽ ഇവിടെ കുറച്ച് പേസ്റ്റ് ചെയ്യുക എന്നുള്ളത്, വേറൊരു സ്ഥലത്ത് പേസ്റ്റ് ഉപയോഗിക്കരുത്. കാരണം ഈ ഓയിൽ സർക്കുലേഷൻ ഹോള് കാണുന്നുണ്ടാവണല്ലോ. ഇവിടെ ബ്ലോക്കായി കിടക്കും. ഇവിടെ ബ്ലോക്കായി കഴിഞ്ഞാൽ പാക്കിങ്ങിൻ്റെ മുകളിലുള്ള ബ്ലോക്കായി കഴിഞ്ഞാൽ ഇതാ നമ്മൾ കുറച്ച് പുറത്തേക്ക് എടുത്താണ് ഉണ്ടല്ലേ. അത്രയ്ക്ക് ഓയിൽ സർക്കുലേഷൻ മുകളിലേക്ക് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് പേസ്റ്റ് എന്ന് പറയുന്നത് നൈസായിട്ട് പറഞ്ഞാൽ ഈ റബ്ബർ പാർട്സിൻ്റെ ഇവിടെ മാത്രം കുറച്ചൊരു പേസ്റ്റ് ഉപയോഗിക്കുക, അല്ലാതെ പേസ്റ്റ് ഉപയോഗിക്കരുത്. ഇത് ശ്രദ്ധിക്കുക. ഇതിൽ വന്നേക്കുന്ന സൗണ്ട് ഈ സൗണ്ടാണ് വന്നത്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത ഈ സൗണ്ട് പൂർണ്ണമായിട്ട് മാറുന്നതാണ്. അപ്പം ഇത് ചെയിൻ പോക്കറ്റ് അയക്കുന്നവരെല്ലാവരും ഈ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗം പേസ്റ്റ് ഉപയോഗിക്കാതെ ഒറിജിനൽ പാക്കിംഗ് ഇട്ട് മാത്രം ക്ലോസ് ചെയ്യുക.